welcome back to my YouTube channel. This is Tezdango and you're watching Tezdango Diaries. നിങ്ങൾ കുറച്ച് കാലം മുന്നേ ഞാൻ അമ്മേനെ ട്രാൻസ്ഫോം ചെയ്ത് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അമ്മേനെ കൊണ്ട് ഇടിപ്പിച്ച് അമ്മ ന്യൂജനായൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അമ്മക്ക് ഓർമ്മ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എന്തെങ്ങനെയാ സ്വകാര്യം പറയണേ? നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇന്ന് നമ്മൾ പപ്പേനെയാണ് നമ്മൾ പപ്പേനെ ഇന്നൊരു ജെൻസി ആക്കാൻ പോവാണ്. അപ്പോ നിങ്ങൾ എപ്പോഴെന്താ ഈ ഡ്രസ് ഇടുന്ന കുറെ പേര് ചോദിക്കുന്നുണ്ട്, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കും. ഒന്നുമില്ല, അത് നമ്മള് ഒരു പർപ്പസ് ഇൻ ലൈഫ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ പർപ്പസ് ഇൻ ലൈഫ് എപ്പോഴും ഓർമ്മ വയ്ക്കാൻ ആ പർപ്പസ് ഇൻ ലൈഫിന് മാച്ച് ആയിട്ട് ഡ്രസ് കോഡ് ഇട്ടാ നന്നായിരിക്കുമെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ നല്ല കുറെ ഡ്രസ് ഇടും. എന്താ അവരുടെ പ്രൊഫഷനിക്ക് അതാണ് മാച്ചിങ്. സോ അത്രേ ഉള്ളൂ. വേറെ ഒന്നും കൂടി ഉണ്ട്, നമുക്ക് ഡ്രസ്സിന്റെ എണ്ണം കുറവ് മതി, ചെലവ് കുറവാണ്, 4-5 ഡ്രസ്സേ ഉള്ളൂ. അതെ, യൂണീക്ക് ആണ്. പിന്നെ നമ്മൾ എവിടെ പോകുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ആൾക്കാർക്ക് എളുപ്പമായി. തണുപ്പ്, എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല എ സിയിലൊക്കെ പോയാ. അപ്പൊ അത് ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോ സമ്മറിനുള്ളിൽ വലിയ കിട്ടുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് പപ്പന്റെ ഈ ഡ്രസ്സിന്. ഇനി പപ്പ കുറെ കഥ പറയും, നമ്മൾ ചോദിച്ചാൽ അപ്പൊ ഇത്ര മതി കഥ. അപ്പൊ ഇന്ന് നമ്മള് പപ്പേന്റെ ഈ ഡ്രസ് കോഡിന്ന് അതായത് ഒന്ന് മാറ്റി പിടിക്കാം. നമുക്ക് പപ്പന്റെ ഒന്ന് ജെൻസി ആക്കാൻ വേണ്ടി ഞാൻ പപ്പക്ക് വേണ്ടി കുറച്ച് ഔട്ട്ഫിറ്റ്സ് പർച്ചേസ് ചെയ്ത് പപ്പ ഇടാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് കാണാം. പപ്പക്ക് ഫാൻസ് കൂടുതലായതുകൊണ്ടാണ് പപ്പ ഈ വീഡിയോ ഒക്കെ സമ്മതിച്ചത്. അമ്മ ഇപ്പൊ ചെറുതായിട്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ടായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല ഗൈസ്, നിങ്ങൾക്ക് അമ്മേനെയാണോ പപ്പേനെയാണോ ഇഷ്ടം കമന്റ് ചെയ്യുക. അല്ല എന്നെയാണ് ഇഷ്ടമെങ്കിൽ അതും കമന്റ് ചെയ്യാം. നോക്കുക ലാസ്റ്റ് എന്നെ ആരും പറയില്ല. അപ്പൊ ഗൈസ് നമുക്ക് വേഗം പോയി പപ്പക്കുള്ള ഡ്രസ് വാങ്ങിയിട്ട് വരാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. നല്ല പ്ലംപ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ചിപ്പ് അതായത് സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലാത്ത സ്കിൻ നിങ്ങൾക്ക് വേണം. ഇതാണ് അക്വലോജിക്ക ഹൈഡ്രോജെൽ മോയ്സ്ചറൈസർ. നൗ വി ക്യാൻ സേ ഹലോ ടു വെയ്റ്റ്ലെസ് ഹൈഡ്രേഷൻ. ഇതിന് 3 വേരിയന്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഗ്ലോ പ്ലസ് ഹൈഡ്രോജെൽ മോയ്സ്ചറൈസർ. ഇതിൽ പപ്പായ ആൻഡ് വിറ്റാമിൻ സി ആണുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ ഇലുമിനേറ്റ് പ്ലസ് ഹൈഡ്രോജെൽ മോയ്സ്ചറൈസർ. ഇതിൽ വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ അർബ്യൂട്ടിൻ ആണ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിൻ ഈവൻ ടോൺ തരും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബാരിയർ പ്ലസ് ഹൈഡ്രോജെൽ മോയ്സ്ചറൈസർ. ഇതിൽ അവക്കാഡോ ആൻഡ് 5 എസെൻഷ്യൽ സെറാമിഡ്സ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ റിപ്പയർ ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്ലൈഡ് ആവും. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇതിന്റെ ഭയങ്കര ക്യൂട്ട് പാക്കേജിംഗ് ആണ്. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു സാധനം. അൾട്രാ ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണ്. വാട്ടർ ലൈക്ക് ജെൽ ടെക്സ്ചറിലാണ് ഇതുള്ളത്. കളർ ഫ്രീ ആണ്, ഫ്രേഗ്രൻസ് ഫ്രീ ആണ്, പെറ്റ അപ്രൂവ്ഡ് ആണ്, അതായത് ക്രുവൽറ്റി ഫ്രീ, വീഗൻ ആൻഡ് ഒരു ക്ലീൻ പ്രോഡക്റ്റ് ആണ്. കാരണം ഇത് ഫ്രീ ഓഫ് സൾഫേറ്റ്, മിനറൽ ഓയിൽ, ഫാലറ്റ്സ് ആൻഡ് ഫാറ്റ്. ഈ ഒരു പ്രോഡക്റ്റ് എന്റെ സ്കിന്നിന് നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. എന്റെ കൂടെ യൂസ് ചെയ്യാൻ അക്വലോജിക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അഡീഷണൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അത് മാത്രമല്ല ഇത് ആമസോൺ, നൈക്ക് ആൻഡ് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇനി ബാക്കി വീട്ടിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ പപ്പക്കുള്ളൊരു പുതിയൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടി ഞാനും അമ്മയും വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാനാണ് സെലക്ട് ചെയ്യുക, കാരണം ഞാൻ എടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അത് ഫണ്ണായിരിക്കും. ഓക്കെ, പപ്പക്കൊരു ഐഡിയ ഇല്ല, ഞാൻ എന്ത് ടൈപ്പ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് കുറച്ച് ഒരു കാഷ്വൽ എസ്തറ്റിക് ലുക്കാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു നല്ലൊരു ഷർട്ടും അതേപോലെ അതിൽ വളരെ ഒരു ഇത് തരുന്ന ഒരു പാൻറ്റും. ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അമ്മക്ക് മനസ്സിലായാ? ഇല്ലല്ലോ. ഞാൻ എന്താ പറ, നീ എന്തൊക്കെയോ ഒപ്പിക്കുകയാണെന്ന് മാത്രം. എന്തൊക്കെയോ ഡ്രസ്സ് എനിക്കൊന്നും അറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ അറിയില്ല, എന്നിട്ട് അറിയുന്നു വന്നിട്ട് ഭാവിക്കും. ഒന്നല്ലെങ്കിൽ ഇത് അതെടുക്കണ്ട, അത് നല്ല വയസ്സായ ആൾക്കാരുടെ വൈബുണ്ട്. ഇല്ല, വയസ്സായ ആൾക്കാരുടെ വൈബില്ല, പക്ഷെ അത് കോമൺ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് കണ്ട, ഇതിനകത്ത് ക്രീം കളറിൽ കുറച്ച് പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്രീം കളർ പാൻറ്, ഒരു ബേജ് കളർ പാൻറ്റുമായിട്ട് നല്ല പെയറായി പോവും. അപ്പം അങ്ങനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് എങ്ങനെ തോന്നുന്നു? എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു നെറ്റിൻ്റെ സാധനം കണ്ട്, സ്മോൾ വേണം, അത് കുറച്ച് വലുപ്പം തോന്നിയിട്ടുണ്ട്. ഇത് കറക്റ്റാവും. ഇത് കണ്ട, ഇത് ആക്ച്വലി ഒരു ഷീർ ടൈപ്പാണ്. നെറ്റ് വല. ഇനി പപ്പ ഇട്ടില്ലെങ്കിൽ നാളെ നമുക്കിത് മീൻ പിടിക്കാൻ ഉപയോഗിക്കാം. ഞാൻ കോളേജ് ഫ്രണ്ട്സായി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ. ഈ അമ്മ ഒരു ഓൾഡ് ജെന്നാണ്, അതുകൊണ്ട് അമ്മക്ക് ഇഷ്ടപ്പെടില്ല. കണ്ട, ഞാൻ കൊണ്ടുവന്ന ഉദ്ദേശം കറക്റ്റായി. ഇനി എന്തെങ്കിലുമൊക്കെ വരും. ഇത് കുറച്ചുകൂടെ പാറ്റേൺ ഉള്ളൊരു ഷീറാണ്. വാട്ട് ഡു യു തിങ്ക്? ഇത് ഇഷ്ടമായ? പൂക്കൾ വേണ്ട. ഇത് നോക്ക്, എന്താ ചിരിക്കണ്? ഇത് രണ്ട് നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട്. വേറൊരു കളർ പാൻറ് ഉണ്ട്, അത് നോക്കാം. പക്ഷേ അതിന് ഓഫറില്ല.
ഗൈസ് ഞാൻ ഈ പാൻറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു ബാഗാണ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. എന്താ ചിരിക്കുന്നത്? കാര്യം പറ. ശരി, നീ നോക്ക്. അപ്പോൾ ഈ കളർ പക്ഷെ കിട്ടുന്നില്ല. ഒന്നല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ബേജ് ആണെന്നുള്ളത്. ഗൈസ് ഞാൻ ഈ ഒരു ബാഗാണ് വിചാരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ പാൻറ്റുമായിട്ട് വലിയ ബന്ധമില്ല, പക്ഷേ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു ഡാർക്കർ സൈഡാണ്, ലൈക്ക് ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ എനിക്കൊന്ന് ആ ഷർട്ടും ഇതും അതും എല്ലാം രസം ഉണ്ടാവുന്നു. ഗൈസ് അതിന് നമ്മുടെ പപ്പയ്ക്ക് ചെരുപ്പ് നോക്കി വന്നപ്പോൾ കറക്റ്റ് മാച്ചിങ് ആയിട്ടൊരു ചെരുപ്പ് കിട്ടും. കാരണം നമ്മുടെ ഷർട്ടിൻ്റെ കളറാണിത്. സോ ഇതിന് സാൻഡ്വിച്ച് അങ്ങനെ എന്താണ് പറയുക, അതായത് ടോപ്പും പിന്നെ ഏറ്റവും സാൻഡിൽസും സെയിം കളറ്, പാൻറ്റ്സ് മാത്രം വേറെ കളറ്. അപ്പോൾ ഏതാ സൈസെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ മോളല്ലേ, എനിക്ക് അറിയുന്നത് നെസസറി അല്ല. പക്ഷേ ഈ ഭാര്യയോട് ഞാൻ ചോദിച്ചപ്പോൾ എത്ര സൈസ് പപ്പൻ്റെ ഷൂ? 8. നിങ്ങളുടെ അല്ല, പപ്പൻ്റെ. എന്തിന്? അപ്പോൾ ഈ ഒരു ചെരുപ്പും അതേപോലെ ഞാൻ ബാഗ് മാറ്റി, ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. അതും ടീഷർട്ടും അല്ല ഷർട്ടും സെയിം കളറാണ്. സോ എനിക്കത് എത്രത്തോളം ബ്ലെൻഡായി പോകുന്ന അറിയില്ല, ചിലപ്പോൾ ബോറാവുമെന്ന്. പക്ഷെ ലൈക്ക് സി എനിക്ക് ഉറപ്പില്ല. നമുക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട്? നമുക്ക് പോയിട്ട് ബില്ല് ചെയ്യാം. എനിക്കൊന്നും വേണ്ട. ഗൈസ് അങ്ങനെ ഞാനും അമ്മയും വൈകിട്ടാണ് വാങ്ങിയ. അമ്മ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വാങ്ങിയത് നമ്മൾ വാങ്ങി കവറൊക്കെ കയ്യിൽ വാങ്ങി. നീ പെട്ടെന്ന് വാങ്ങി, അരമണിക്കൂറും കൂടി എടുത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്കാണ് കുറേ വാങ്ങാൻ വെറൈറ്റീസ് നിറയെ ഉണ്ട്. നീയാണ് നേരെ നിനക്ക്. അമ്മ കാണിച്ചത് എന്തൊക്കെയാന്ന് പറയാ പപ്പ? മാർവൽ ആരാ? അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഇതൊക്കെ. ഞാൻ പക്ഷെ അതൊന്നല്ല, ഞാൻ ഒന്നല്ല. ഓക്കെ പപ്പ, അപ്പൊ ഞാൻ പപ്പക്ക് വാങ്ങിച്ച കാണിക്കാൻ പോവാണ്. ആദ്യം ഞാൻ പപ്പക്ക് വേണ്ടി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അറിയാലോ, 250 ദുബായിന്ന് വാങ്ങിയത്. ഇത് പപ്പയില്ലേ, നമുക്ക് അച്ഛന് കൊടുക്കാം. അച്ഛൻ ഇങ്ങനത്തെ ഇടുക, നമുക്ക് നോക്കാം. ഇല്ല ഇത് ഇനി പപ്പക്ക് വേണ്ടി ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ബാഗ് ഇന്നത്തെ ഡ്രസ്സിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ. ഇനി അടുത്ത പപ്പക്ക് വേണ്ടിയിട്ടുള്ള പാന്റ്. സൂപ്പർ അല്ലേ? വീട്ടിലേക്ക് ഇടാം. ഇത് ഞാൻ ഓടാൻ പോകുമ്പോഴേ ഓടാൻ പോകുമ്പോ എങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഞാൻ ഇടുന്നതല്ലേ. ഓക്കെ, ഇനിയാണ് പപ്പന്റെ ഷർട്ട്. എന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. അമ്മക്കാണ് പറയുന്നത് പപ്പ ജെൻസി ആണ്, ഹെൻസ് പ്രൂവ്ഡ്. ഇത് ജെൻസി എന്നല്ല, ഇത് സാധാരണ പണ്ട് അച്ഛൻ്റെ അടുത്ത് എന്താ ഡ്രസ്സ്? ഇത് ജെൻസി അല്ലേ? കോങ്ങാണ് അച്ഛൻ്റെ അടുത്ത് ഇതുമായിട്ട് ഓട്ടമുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. നീ അച്ഛൻ്റെ ചോദിച്ചു, ഇതന്നെ ഈ സാധനം ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് കണ്ട്. ശരി, കുഴപ്പമില്ല. അയ്യോ, ഇനി പോയി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് വരൂ. ഗംഭീര സാധനം ഉണ്ടാ. താങ്ക് യു പപ്പ. അപ്പൊ റിട്ടേൺ ഒന്നും ആക്കണ്ട. അമ്മയെ സന്തോഷിക്കായിരുന്നു, കാരണം ഈ വാങ്ങിയൊക്കെ മൊത്തം കൊണ്ടേ റിട്ടേൺ ആക്കുന്നു. അമ്മക്ക് പൈസക്കൊക്കെ കുർത്തിയും ഡ്രസ്സും എടുക്കാം. ഞാൻ ഓവർകോട്ട് പോലെ ഇടാം. റിട്ടേൺ ആക്കാലോ. ഷൂവിന്റെ പൈസക്ക് കുർത്തി വാങ്ങാനുള്ളതാണ്. കള്ളി. ഇത് ഒരു അങ്ങനെ വലിയൊരു വ്യത്യാസം ഒന്നും കാണാനില്ല. നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി മറ്റേ സാധനം ഒന്നും ആയില്ലല്ലോ. നിങ്ങൾ ഇത് ഇട്ടിട്ട് വാ, ഇത് നിങ്ങൾ ഇട്ടിട്ട് വാ. അമ്മ എന്നെ തളർത്താൻ ശ്രമിക്കണ്ട. ഇതൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ രസം ഉണ്ടാവും. പോയി ഇട്ടിട്ട് വരൂ. ഓക്കെ ഗൈസ്, എനിക്ക് ചെറുതായി സങ്കടം വരുന്നു. ഇവരാരും എൻ്റെ വെറൈറ്റി ആയിട്ട് അംഗീകരിക്കണില്ല. ഞാൻ അപ്പുറത്ത് എറിയും. എന്നെ തളർത്താൻ നോക്കി അപ്പുറത്ത് എറിയും. അപ്പൊ പക്ഷെ എനിക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് വന്നാൽ നല്ല രസം ഉണ്ടാവും. നീ ഓൾഡ് ആണല്ലേ? അപ്പൊ അമ്മ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പുറത്ത് പോ, ജെൻസിയാണ്. അപ്പോൾ ഗൈസ് പപ്പ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നിട്ട് നമുക്ക് നോക്കാം. ഗൈസ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആർക്കും കാണുമ്പോൾ ക്രഷ് തോന്നുന്ന ഒരാളെയാണ്. നിങ്ങൾ റെഡിയാണോ? 3, 2, 1.
നമ്മുടെ പപ്പ ഇപ്പൊ ഡ്രസ്സ് മാറിയപ്പോ ശരിക്കും അവർക്ക് പ്രായം കുറഞ്ഞു. മറ്റേതൊരു ഏജ് തോന്നിക്കുമായിരുന്നു, ഒരു മെച്ചൂരിറ്റിയാണ് തോന്നിക്കുക. പക്ഷെ ഇത് കുറച്ചുകൂടെ നിങ്ങളൊരു യങ് ആയി. സീരിയസ്ലി നോക്കുകയാണെങ്കിൽ ഒരു 35 അതിന്റെ അമ്മ പറ എത്ര തോന്നുന്നു? കാര്യത്തിൽ പറ. 32. അമ്മ വെറുതെ അത്രേ തോന്നുള്ളൂ. നോക്ക്, കാരണം പപ്പന്റെ ബോഡി കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് അത് നമുക്ക് ഒരു ഇത് തോന്നുന്നില്ല. നിങ്ങൾ യങ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പ് ഒരു എന്റർടൈൻമെന്റിൽ പെടും. കോളേജൊക്കെ വിടുന്ന സമയത്ത് ഈ ഡ്രസ്സ് ഇട്ട് അത് കൂടെ നടക്കുക, എല്ലാവരും നോക്കും. പ്രത്യേകിച്ച് പെമ്പിള്ളേർ. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ജീവിതത്തിൽ. എന്നോട് നടന്നാലും ബ്രദറാന്നല്ലേ നീ വിചാരിക്കുള്ളൂ ഈ ഡ്രസ്സ് ഇട്ടാ. സീരിയസ്ലി അല്ലേ, ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് ഞാൻ വലുതായി, പപ്പ ചെറുത്. എന്താണ് അമ്മക്ക് എന്താ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു അവതാരം? പണ്ടൊക്കെ അങ്ങനെ തന്നെ ഇട്ടുണ്ടായിരുന്നത്, പിന്നെയല്ലേ അതിലാണ് അമ്മ വീണത്. എങ്ങനെയാണോ? അങ്ങനെയൊന്നല്ല, ചാക്കുമാരത്തെ ഷർട്ടൊക്കെ ഇട്ട് നടക്കുള്ളൂ. ബാഗി അതല്ല, വേറെ പപ്പ പാന്റിന്റെ തുണി എടുത്തിട്ട് ഷർട്ട് തുന്നി, അങ്ങനെ കട്ടിയുള്ള തുണി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പണ്ട് ഇങ്ങനെയായിരുന്നു പപ്പ? പണ്ട് ഇങ്ങനത്തെ ഷർട്ടല്ല, പക്ഷെ ഇതുമാതിരി ലൂസുള്ള ഷർട്ട് ഇട്ട് നടക്കും. ഓ, അപ്പൊ പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്കിപ്പോ? നിങ്ങളല്ലേ ഇപ്പൊ പണ്ട് ഇതുപോലെ പറഞ്ഞു? അത് ഇട്ട് ഞാൻ അങ്ങനെ ആദ്യം കാണുന്നതല്ലോ, അതുകൊണ്ടാണ് എനിക്ക് നീ ആദ്യം കാണുന്നത്. ഞാൻ ജനിച്ചു തൊട്ട് എന്റെ പപ്പ മറ്റേ ടൈപ്പ് ഡ്രസ്സറിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് പപ്പനെ കളർ ഡ്രസ്സിൽ കാണുന്നത്. ഇനി ആകെ നമുക്ക് അറിയാനുള്ളത് നമ്മുടെ ചേച്ചിന്റെയാണ്. അതിന് മുന്നേ പപ്പക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? എന്താണത് ഫീൽ ചെയ്യാനുള്ള ഒന്നുമില്ല, വെരി നന്നായിട്ട്. പക്ഷെ നമുക്ക് മറ്റേ പർപ്പസ് സ്ട്രോങ് ആയതുകൊണ്ട് അത് മതി. പക്ഷെ നന്നായി എല്ലാവർക്കും കൂടെ നല്ല രീതിയിലുള്ള ഡ്രസ്സിങ്. നിങ്ങൾക്ക് കണ്ണാടി നോക്കിയപ്പോ എന്ത് തോന്നി? കണ്ണാടി നോക്കിയപ്പോ ഒരു കുഴപ്പമൊന്നുമില്ല, വെരി സിമ്പിൾ ആയിട്ട് ഡ്രസ്. എന്റെ ഡ്രസ് സെൻസ് രസമുണ്ട്, അതൊക്കെ ഉണ്ട്. നല്ല ഓട്ടയൊക്കെ ഉണ്ട്, കാറ്റൊക്കെ ഉള്ളും. ഇനി പപ്പന്റെ അമ്മക്കും അച്ഛനും കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അവർക്ക് പണ്ടത്തെ മോനെ ഓർമ്മ വരുമോ നമുക്ക് നോക്കാം. ബാ ബാ അമ്മ. ഇനി അവരുടെ മോനെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. എനിക്കൊന്ന് പണ്ട് അവരും പപ്പേനെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവർക്ക് വലിയ നെറ്റലുണ്ട്. എൻ്റെ ചേച്ചിക്ക് നല്ല നെറ്റലുണ്ടോ, കാരണം അവൾ കണ്ടിട്ടില്ലല്ലോ. നോക്കാം. വരൂ ബാ, ഒന്നിങ്ങോട്ട് വരൂ. പപ്പനെ നോക്കൂ, വാ. നോക്ക് പപ്പ ആരായിന്ന്. എന്താ പോകാട്ടെ? എന്താ കാണിച്ചപ്പോ? എന്താണ് എന്താ മാറ്റം? ഡ്രസ് എടുത്തു അല്ലേ? അത്രേ ഉള്ളൂ. ഡ്രസ് എടുത്തു, പിന്നെ അങ്ങനെ ഒരു ബാഗ്. ഇല്ല ഞാൻ എങ്ങനെയുണ്ട് പപ്പപ്പോ? അവക്ക് ഒരു പ്രത്യേക വേഷമുണ്ട്. ഇതാണോ അച്ഛമ്മക്ക് ഇഷ്ടം, അതോ മറ്റേ ഡ്രസ്സുള്ള പപ്പനെയാണോ? ഇതല്ല, മറ്റേതാണ് ഇത്. ഓ, മറ്റേത് അച്ഛമ്മക്ക് പ്രൊഫഷണൽ. അത് ഓവർ സൈസ്ഡ് ആണ്. അതന്നെ, അത് മോഡലാണ്, പുതിയ ഫാഷൻ. ഇതിങ്ങനെ ലൂസായിട്ട് ഒരുപാട് ഇങ്ങനെ തൂങ്ങുമാതിരിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത്ര പ്രായം തോന്നിക്കും പപ്പനെ കണ്ട? പ്രായം തോന്നിക്ക, ആ പ്രായം തന്നെ തോന്നിക്ക. അയ്യോ, പപ്പന് പൊക്കി പറഞ്ഞില്ല. തോന്നിക്കുന്നത് എത്രയാ? വയസ്സിന് താഴെ, 50 വയസ്സിന് താഴെ. നമ്മൾ നടന്ന് 30-31 പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ അച്ഛമ്മ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഇത്രയും എക്സ്പ്രസീവ് ആവുന്നത്. മോനെ ഡ്രസ്സ് മാറി കണ്ടപ്പോൾ അത് നമുക്ക് ചേച്ചിനെയും കാണിക്കാം. കാരണം ചേച്ചി അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. പക്ഷെ എനിക്ക് അവളെ കാണിക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് ചേച്ചിനെ എങ്ങനെ കാണിക്കാമെന്നൂടെ വിചാരിച്ച് ചേച്ചിക്കും കൂടെ കാണിച്ചു കൊടുക്കാം. ഗൈസ്, പപ്പേനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേച്ചിനെ വിളിച്ചു. ഹായ്, എന്തിനാ നിന്നെ വിളിച്ചതെന്നാണ് നിനക്ക് തോന്നുന്നത്? ഓക്കെ, അവൾക്ക് വീഡിയോനെ കണ്ടിട്ട് എന്ത് ഔട്ട്ഫിറ്റ് ആണെന്ന് അറിയോ? ഞാനല്ലേ നിനക്ക് ഐഡിയ പറഞ്ഞത്. എസ്തെറ്റിക് ലുക്ക് നീ പിടിക്കാറുണ്ട്. ഞാൻ അവളുടെ അടുത്ത് എല്ലാം പറഞ്ഞു. എന്നാലും കാണുമ്പോൾ റിയാക്ഷൻ നോക്കാം. വേഗം നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്ക്. എനിക്ക് അവരെ കാണാൻ. ഗൈസ്, ചേച്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ പപ്പനെ കാണിക്കാൻ പോണേ. 3, 2, 1. നല്ല രസമുണ്ട് പപ്പേനെ. ബാഗ് മാറ്റാനാ? എന്റെ ചേച്ചി അതാണ് ലുക്ക്. ബാഗ് ഒന്ന് അഴിക്കാൻ ദേവികയൊക്കെ പറയുന്നു. ബാഗ് ഒന്ന് ഊരി കാണിച്ചു തരുമോന്ന്. നന്ദി. ഇതെല്ലാം എന്റെയാണ് കഴിവ്. അയ്യോ, അമ്മ അവക്ക് കൂളിംഗ് ഗ്ലാസ് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അവള് കുറച്ചുകൂടെ ജെൻസി അല്ല. അമ്മ അങ്ങനെ അല്ല.
അയ്യോ ഈ പെണ്ണ് അമ്മ കോമഡിയാണ്. അമ്മന്റെ ഔട്ട്ഫിറ്റ് കോമഡിയാണോ അല്ലേ പറയാ എനിക്കല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോട്ടുള്ളത്. അച്ഛക്ക് ഇങ്ങനത്തെ ഷർട്ട് ഉണ്ട് ഇത്രേ. ഇത് നന്നായിട്ടുണ്ട്. ഓക്കെ, അമ്മന്റെ പോലെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്തോണ്ട് സൂപ്പറാണ്. അമ്മ കൂളിംഗ് ഗ്ലാസ്സിലായിട്ട് മറ്റേ ടീഷർട്ട്. അതെ, ഞങ്ങൾ പാർട്ട് 2 ചെയ്യണ്ട അമ്മന്റെ ട്രാൻസ്ഫോർമേഷൻ, അതിൽ കണ്ടാ മതി കേട്ടോ. നീ എടി അമ്മക്ക് അല്ലമ്മ ആ വീഡിയോക്ക് നല്ല റീച്ച് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കോട്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും പറയാം. കോട്ടിനേക്കാൾ ഇതാ സൂപ്പർന്ന്. എടി പപ്പ ഈ കോസ്റ്റ്യൂം ഇടുമ്പോ അമ്മക്ക് ടീഷർട്ടും ജീൻസും ഇട്ട് കൊടുക്കണം. അമ്മ ചുരിദാർ ഇട്ടാ ശരിയാവില്ല പപ്പന്റെ ഈ കോസ്റ്റ്യൂമിന്. പപ്പന്റെ ഈ കോസ്റ്റ്യൂം വേറൊരു സീൻ ഉണ്ട്. പപ്പ അമ്മനെ കറക്കണ വീഡിയോ ഉണ്ട്. ശരി ശരി ബൈ ബൈ ബൈ. അതെ, ഇങ്ങനെ എനിക്ക് ഉണ്ടാവുന്ന എനിക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ശരി ബൈ ബൈ ബൈ. ശരി വെക്കണോ പോടി. ഗൈസ്, അങ്ങനെ നമ്മൾ പപ്പക്കും ഒരു ആദ്യമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇതെന്താ ഒരു പണ്ടിട്ടതും അല്ലേ, പണ്ടിട്ട അതല്ലേ. നമ്മൾ പപ്പക്ക് ഒരു സ്റ്റൈൽ ചെയ്തു പപ്പനെ, അതാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ അമ്മക്ക് എന്ത് തോന്നി? നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാൾ രസം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇത്ര രസം, പക്ഷേ പപ്പക്ക് രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി മറക്കണ്ട. ഇവിടെ എനിക്കും അമ്മയും ഒന്നിച്ച് പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആണ്. അച്ഛമ്മയും ചേച്ചിയായിരുന്നു. ചേച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇമ്പ്രസ് ചെയ്തൊന്നുമില്ലേ, ദേവിക്കൊക്കെ അങ്ങനെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ ആ വെറുതെ പറയുന്നതൊക്കെ സ്റ്റൈൽ ചെയ്ത് സൂപ്പർ ആക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് നേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. എപ്പോഴും ആ കമന്റ് എന്നുള്ള വാക്ക് മാത്രമേ അമ്മേനെ കൊണ്ട് പറയിപ്പിക്കുള്ളൂ, അതും മറക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഇത് ജെൻസിയാണ്. ഈ സാധനം ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്. ഇങ്ങനെ എന്നിട്ട് കൈ വെച്ചിട്ട് ചിരിച്ചാലും കുഴപ്പമില്ല, പുകയില് കൈ വെക്ക്. ഇങ്ങനെയല്ല കോമഡി കാണിച്ച് ഞാൻ അടിക്കാം. ഞാൻ പറയാം, ഇങ്ങനെ വെച്ചില്ലേ മെല്ലെ തിരികെ ഒരാള് വിളിക്കാണ്. എന്നിട്ട് തല എങ്ങനെ ആക്കണ്ട, അതെന്തിനാ ആക്കണം? അത് ക്ലിക്ക് ആവും അമ്മ. അടുത്ത് 100 എഡിറ്റ് വരും. ഒരു കറക്കം ഇതിപ്പോ 500 അല്ലല്ലോ. ഞാൻ പറയാം, ഒറ്റ കറക്കം. അയ്യോ വീഴല്ലേ, സാഹസം കാണിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പപ്പനെ കളർ ഡ്രസ്സിൽ കാണുന്നത്. കണ്ട കളർ മുടിയൊക്കെ ഇട്ട്